ഞാനിപ്പോൾ ഉള്ളത് കാശ്മീരിലെ ജമ്മുവിൽ നിന്ന് പഹൽഗാമിക്ക് പോകുന്ന വഴിയിലാണ്. ഇവിടെയാണ് കടുക് തോട്ടമുള്ളത്. ഈ മഞ്ഞ കളർ കാണുന്നത് കംപ്ലീറ്റ് കടുക് തോട്ടാണ്. ഏപ്രിൽ മാസത്തിലാണ് ഇവിടെ കടുകുണ്ടാകുന്ന മാസം. ഈ ഒരു സമയത്താണ് ഇവിടെ പൂക്കുന്നത്. വീട്ടിലെ അടിപൊളി. മുമ്പ് ഞാൻ യൂറോപ്പിൽ പോയ സമയത്ത് കാണിച്ചിരുന്നു. ജർമ്മനിയിലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ തോന്നുന്നത് യൂറോപ്പാണെന്ന് തോന്നുന്നു, പക്ഷേ നല്ല അടിപൊളി ലുക്കാണ്. ഇതിന് ഏപ്രിൽ മാസം വന്നെങ്കിൽ മാത്രമുള്ളൂ ഈ കടുകിങ്ങനെ പൂവിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റുന്നു. ഉള്ളത് കാശ്മീരിലെ പഹൽഗാമിലെ ആപ്പിൾ തോട്ടത്തിലാണ്. ഈ ഏപ്രിൽ മാസത്തിലാണ് ഏപ്രിൽ മാസത്തിലാണ് ഈ ആപ്പിള് കംപ്ലീറ്റ് പൂത്ത് നിൽക്കുക. പിന്നെ അതിന് ശേഷം ഓഗസ്റ്റിലാണ് ഇത് കംപ്ലീറ്റ് ആപ്പിൾ ആയിട്ട് വരിക. നവംബറോടെ ആപ്പിൾ കംപ്ലീറ്റ് തീരും. നവംബർ കഴിഞ്ഞാൽ അതിൽ കംപ്ലീറ്റ് വെറും ഇലകൾ മാത്രമാണ് ഉണ്ടാവുക. ഞാനിപ്പം ശ്രീനഗറിൽ നിന്ന് പഹൽഗാമിക്ക് പോകുന്ന വഴിയിൽ ബസ് ഇവിടെ നിർത്തിയിട്ടിട്ടുള്ളതാണ്. കാശ്മീരിൽ ഏപ്രിൽ മാസത്തിൽ കടുകുണ്ടാവുന്ന ഒരു സമയമാണ്. അപ്പം കടുക് തോട്ടം കാണാം. ഈ പഹൽഗാമിലേക്ക് പോകുന്ന വഴിയിലാണ്, ജമ്മുവിൽ നിന്ന് ശ്രീനഗർക്ക് പോകുന്ന വഴിയിലാണ് പഹൽഗാം ഉള്ളത്. ആ പഹൽഗാം റൂട്ടിലാണ് ഈ കടുക് തോട്ടം ഉള്ളത്. നമുക്ക് അടിപൊളി കടുക് തോട്ടം കാണാം. കടുക് പാടത്തിൻ്റെ അവിടുന്ന് ബസ്സിൽ കയറി. ഇപ്പം ഇത് ആപ്പിൾ തോട്ടത്തിൽ കൂടിയാണ് പോകുന്നത്. ആപ്പിൾ തോട്ടത്തിൻ്റെ സൈഡിലൂടെ അങ്ങനെ പോവാണ്. ഇപ്പം നമ്മളൊരു ഇവിടെ ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഭാഗമുണ്ട്. ഇവിടെ ഒരു ആപ്പിൾ തോട്ടം. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടുത്തെ കാഴ്ചകൾ അങ്ങനെ കാണാം. ഇത് ഏപ്രിൽ മാസം. കാശ്മീരിൽ ഏപ്രിൽ മാസത്തിൽ ആപ്പിളിന്റെ പൂക്കുന്ന സമയമാണ്. ഇനി ഇത് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റിലാണ് ഇത് ആപ്പിൾ ഉണ്ടാവുക. അപ്പൊ ആ ഒരു ഭാഗം നമുക്ക് കാണാം. ഞാൻ മുമ്പ് ആപ്പിൾ സീസൺ കാണിച്ചിരുന്നു. ഇത് ഈ സീസൺ ഞാൻ മുമ്പ് കാണിച്ചിട്ടില്ല. അപ്പൊ കണ്ടോളൂ. ഈ കാണുന്ന ഭാഗം ഉണ്ടല്ലേ, ഇതാണ് ആപ്പിളായിട്ട് വരുന്നത്. ഞാനിപ്പോ ഈ തൊട്ട് കാണിച്ച ഭാഗം ഉണ്ടല്ലോ, ഇതാണ് ആപ്പിളായിട്ട് ഉണ്ടാവുക വരിക. ഇനി നവംബർ ആപ്പിൾ സീസൺ നവംബറോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇത് കംപ്ലീറ്റ് ഇല കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും, ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ഏപ്രിൽ മാസത്തിലേക്ക് ഇതിങ്ങനെ പൂക്കും. ആഗസ്റ്റ് അവസാനമാകുമ്പോഴത്തേക്ക് ആപ്പിൾ ഉണ്ടാവും. ഇതിവിടെ തോട്ടത്തിൽ മുയൽ, പ്രാവ് ഒക്കെ ഉണ്ട്. നമ്മളെ മേലെ വെച്ചിട്ട് നമുക്ക് ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാം. നമുക്ക് എന്താ ആവശ്യമുള്ളത് കൊടുത്താൽ മതി, ഒരു സ്വീകരിക്കും. ഈ ഏപ്രിൽ മാസം കംപ്ലീറ്റ് ഇതുപോലെ ഇങ്ങനെ പൂത്ത് നിൽക്കും. നല്ല ഭംഗിയാണ്. തുലിപ്പ് സീസൺ ആണല്ലോ ഇപ്പത്. ഇതുണ്ടല്ലേ, നല്ല കാലാവസ്ഥയാണ് ഇപ്പൊ. ഇത് പഹൽഗാമിലാണ് ഈ ആപ്പിൾ തോട്ടങ്ങൾ കൂടുതലുള്ളത്. കാശ്മീരിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആപ്പിൾ ഉണ്ടാകുന്ന സ്ഥലം പഹൽഗാമിലാണ്. ആപ്പിൾ തോട്ടത്തില് ഈ പൂവുണ്ടാവുന്ന സമയത്തും ഒരുപാട് വിദേശികളുണ്ട് ഇവിടെ കാണാൻ വന്നിട്ടുണ്ട്. കണ്ടില്ലേ?
ഇതേ തോട്ടത്തിൽ തന്നെ ഞാൻ മുമ്പ് ആപ്പിൾ ഉള്ളത് വന്നിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ പഴയ കാശ്മീർ ആപ്പിൾ എപ്പിസോഡ് എന്നുള്ളത് നോക്കിയാൽ അതിൽ കാണാൻ കഴിയും നിങ്ങൾക്ക്. ഇനി നമുക്ക് ആപ്പിൾ തോട്ടം ഒന്ന് വിശദമായിട്ട് കാണാം. ഇതിന് ഈ നവംബറിൽ ഇതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒരു വട്ടത്തിലുണ്ടല്ലോ ഇങ്ങനെ, ഇത് നമ്മൾ തെങ്ങൊക്കെ തുറക്കുന്ന പോലെ ഇതേപോലെ അങ്ങനെ ആക്കിയിട്ടിട്ട് ഇവിടുത്തെ കുതിരച്ചാണകം ഇടും. ഇവിടെ കുതിരച്ചാണകം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോവർ കഴുതയുടെ ചാണകം, അതാണ് ഇവിടെ കൂടുതലും. അതും പിന്നെ ഇവരെ കുറച്ച് രാസവസ്തുക്കൾ കൂടിയിട്ടാണ് ഇതിലേക്ക് ഇടുന്നത്. അതെല്ലാ തോട്ടത്തിലും ഇതേപോലെ ഇടും. ഇതിപ്പോൾ ഈ ആപ്പിൾ തോട്ടത്തിൻ്റെ ലോങ് വ്യൂ ആണ്. ഇതിപ്പോൾ സന്ദർശകർക്ക് മാത്രം കാണാനൊരു ഏരിയ മാത്രം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാണ്. ഇത് ഏക്കർ കണക്കിന് ഇതിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് ഇഷ്ടംപോലെ ഒരുപാട് ദൂരമുണ്ട്. ഇതിങ്ങനെ റോഡ് സൈഡിൽ ഇഷ്ടംപോലെ ഉണ്ട് ഈ ആപ്പിൾ തോട്ടങ്ങൾ. രണ്ട് ഭാഗത്തും പെഹൽഗാം റോഡിൽ അങ്ങനെയാണ്, രണ്ട് സൈഡിലും ആപ്പിൾ തോട്ടങ്ങളാണുള്ളത്. ഇവിടുത്തെ എല്ലാ തോട്ടത്തിൽ നിന്നും നമുക്ക് ആപ്പിൾ വാങ്ങാൻ പറ്റുമല്ലോ, കാരണം ആപ്പിൾ ചില തോട്ടങ്ങളിൽ മാത്രമുള്ളൂ ആപ്പിളുകൾ വെക്കുന്നത്. മറ്റേ ഓൾറെഡി ഉണ്ടാകുമ്പോൾ തന്നെ ഇവർ ഒന്നായിട്ട് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ വഴിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഏരോമാർക്ക് ഇട്ടിരിക്കുന്നത്. ഇവിടെ ആപ്പിൾ ജ്യൂസ് ഉണ്ട്, ഫ്രഷ് ആപ്പിൾ ജ്യൂസ്. ഇങ്ങനെ നമ്മളെ മിക്സിയിൽ അടിക്കാണ്ട് അതിൻ്റെ സത്ത് മാത്രം അടിക്കുന്ന സംഭവമാണ്. ഇതിനൊരു ഗ്ലാസ്സിന് 50 രൂപയാണ് ചാർജ്. ഇപ്പോഴും മുമ്പത്തെ ആപ്പിൾ സ്റ്റോക്കുള്ളത് ഇവർ അടിക്കുന്നുണ്ട് ജ്യൂസ്. ഈ ഒരു ഗ്ലാസ്സിന് 50 രൂപയാണ്. അപ്പോൾ നമ്മളിനി തിരിച്ച് ബസ്സിൽ കയറാൻ പോവാണ്. ഇനി പെഹൽഗാമിൻ്റെ മെയിൻ സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ല, അങ്ങോട്ട് പോവാണ്. ഇപ്പം ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിക്കുന്നു, കാരണം ഈ പെഹൽഗാമിൽ ഭയങ്കര ട്രാഫിക് ജാമായതുകൊണ്ട് അവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ മുമ്പ് ഇവിടെ അമർനാഥ് യാത്ര പോകുന്നു. അവിടെ വണ്ടി നിർത്തിയിട്ടിട്ട് അവിടുന്ന് അങ്ങോട്ടേക്ക് ഇനി ഞങ്ങൾ പ്രൈവറ്റ് ഒരേ സീറ്റിൽ വണ്ടിയിൽ യാത്ര ചെയ്യാണ്. ഇവിടുത്തെ 3 വാലികളുണ്ട്. ABC വാലി എന്ന് പറഞ്ഞാൽ, അതായത് ABC എന്ന് പറഞ്ഞാൽ A എന്ന് പറഞ്ഞാൽ ആരു, B എന്ന് പറഞ്ഞാൽ ബേത്ത, C എന്ന് പറഞ്ഞാൽ ചന്ദൻ. ഈ 3 വാലിക്ക് അവിടെ നമ്മൾ സ്പെഷ്യൽ ടാക്സ് എടുത്തിട്ട് പോകണം. ഇപ്പം ഞാൻ പോകുന്നത് ഇവിടുത്തെ ചന്ദൻ വാലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അതായത് അമർനാഥ് യാത്ര അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ബോർഡ് കണ്ടില്ലേ, വെൽക്കം ടു. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഈ ഒരു ഭാഗത്തു നിന്നാണ് ഫസ്റ്റ് അതിൻ്റെ ചെക്ക് പോയിന്റും കാര്യങ്ങളും. ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ. ഇപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുത്തെ പിന്നെ നടന്നു പോവാണ്. ഇനി ഇവിടുത്തെ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് അങ്ങനെ കാണാം. ഇവിടെ കുറച്ച് ഐസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐസ് സീസണിൽ ഇവിടെ ഭയങ്കര ഐസായിരിക്കും, മാർച്ച് മാസങ്ങളിലൊക്കെ. അല്ലാത്ത സമയത്ത് അധികം ഐസ് ഉണ്ടാവില്ല ഇവിടെ. ഇവിടെ വഴിയിൽ ഇങ്ങനെ കട കച്ചവടക്കാരും മറ്റുണ്ട്. ഐസിപ്പോൾ കുറവാണ്. ഈ എന്താ ചായക്കടയൊക്കെ ചൂടോടെ ചായയും നൂഡിൽസൊക്കെ വെക്കുന്ന കട കാര്യങ്ങളുണ്ട്. പിന്നെ അതിന് പുറമെ നമ്മുടെ കാലുമല ഐസിലൂടെ നടക്കാൻ പറ്റുന്ന ഒരു ബൂട്ടുണ്ട്. ആ ഒരു ബൂട്ട് ഇവിടെ ഒരു വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതാണ് ഈ കാണുന്നുണ്ടല്ലേ. ഇതിന് 100 രൂപ കൊടുത്താൽ മതി. ഇത് ഇടുന്നത് നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ ഐസിലൂടെയൊക്കെ പോകാൻ നമുക്ക് ഏറ്റവും ഉത്തമം അതാണ്. കാരണം അതില്ലെങ്കിൽ നമ്മുടെ സാധാരണ ഷൂസ് ഇടുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ഷൂവിൻ്റെ അടിഭാഗവും ചിലപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ കയറിയിട്ട് ആകെ സ്വീപ്പായി പോകും. ഞാനിപ്പോൾ ഉള്ളത് പെഹൽഗാമിലെ ചന്ദൻവാലിയിലാണ്. അമർനാഥ് യാത്ര തുടങ്ങുന്ന സ്ഥലമാണ്. ഇവിടെ ഏപ്രിൽ മാസത്തിലെ തിരക്കാണ് ഈ കാണുന്നത്. അമർനാഥിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണ്. ഇവിടുന്ന് 32 കിലോമീറ്റർ കുതിരപ്പുറത്ത് കയറിയെങ്കിൽ അമർനാഥ് കേവിലേക്ക് എത്തും. അപ്പൊ ആ ഒരു ഏരിയയാണ്. ഈ ഏരിയ കംപ്ലീറ്റ് പ്രൈസിലാണ് നിൽക്കുന്നതാണെന്ന് കാണാൻ. ആ ഒരു മല കയറിയിട്ടാണ് കുതിരപ്പുറത്ത് നമ്മളെ അമർനാഥ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഹെലികോപ്റ്റർ ഉണ്ട് ഇവിടുന്ന്.
मैं ले लूं आपकी वीडियो? मैं ले लूं? ഈ ഒരു ഭാഗത്താണ് ആളുകൾ കൂടി നിൽക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ആ കാണുന്ന ഭാഗത്ത് കൂടിയാണ് ആ ഒരു കുതിരപ്പുറത്ത് പോകുന്ന ആ ഒരു ഭാഗമുള്ളത്. അതിലേ അങ്ങനെ പോയി കഴിഞ്ഞാലാണ് ആ കേവിലെത്തുന്ന സ്ഥലം. ഇത് കാശ്മീരിലെ പഹൽഗാമിലുള്ള ചന്ദൻ വാലിയാണ്. ചന്ദൻ വാലിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അമർനാഥ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇവിടുന്നാണ് പിന്നെ കുതിരപ്പുറത്ത് 32 കിലോമീറ്റർ കുതിരപ്പുറത്ത് കയറി പോകണം. ആ ഒരു എൻഡ് പോയിന്റാണ് ഈ ചന്ദൻ വാലി. ഇതിപ്പോ ഏപ്രിൽ മാസത്തിലെ ഇതാണ്. അമർനാഥ് യാത്ര തുടങ്ങുന്നത് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ്. ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരവസ്ഥ. ഈ ഒരു വണ്ടിയിൽ ഉന്തിയിട്ട് അങ്ങനെ നമുക്ക് അതിന്റെ മുകളിലേക്ക് അങ്ങനെ കയറി പോവാം. അത് ഇന്ത്യയിലേക്ക് പല സ്ഥലത്തും പല സമയത്തും പല റേറ്റാണ്. 500 രൂപ മുതൽ വരെ ചാർജ് ഉണ്ട്. 1000 കൊടുക്കാം. നമ്മളിവിടുന്ന് മടങ്ങുകയാണ്. ഇനി നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടേക്ക് പോകണം. നല്ല തിരക്കാണ്. റോഡ് സൈഡിലൊക്കെ നല്ല കച്ചവടക്കാർ നല്ല തിരക്കാണ്. അതിന് പുറമെ വാഹനങ്ങളെ തിരക്ക് അത്യാവശ്യം നല്ലോണം ഉണ്ട്. ഐസമയത്തോടെ നല്ല രസമാണ് കാണാൻ. കംപ്ലീറ്റ് വൈറ്റ് കളറിൽ അങ്ങനെ നിൽക്കും. ഐസൊക്കെ പോയി കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ ഇത് നടക്കൽ, നമ്മുടെ അമർനാഥ് യാത്ര നടക്കൽ. ഐസൊന്നും ഇല്ലാത്ത സമയത്താണ്. ഇതൊക്കെ നീണ്ട ക്യൂ ഉണ്ടല്ലേ, അതൊക്കെ ഇവിടെ വരുന്ന വണ്ടികളാണ്. വളരെ ചെറിയ വണ്ടിക്കുള്ള ഇവിടേക്ക് പ്രവേശനം, വലിയ വണ്ടികൾക്ക് ഇവിടേക്ക് പ്രവേശനം കുറവാണ്. ചന്ദൻവാലിയിൽ വന്നവരുടെ തിരക്കാണ് ഇപ്പോൾ ഈ കാണുന്നുണ്ടല്ലേ. അങ്ങനെ നീളത്തിൽ ഇട്ടിക്കുന്ന നേരത്തെ കാണിച്ചില്ലേ. ഇനി ആ ഭാഗത്ത് വേറെയും കുറച്ച് പാർക്കിംഗ് ഉണ്ട്. ചന്ദൻവാലിയിലെ വണ്ടികളുടെ ഒരു തിരക്ക് നമുക്ക് ഒന്നുകൂടി കാണാം. ഞാനൊരു ഹൈറ്റുള്ളൊരു സ്ഥലത്ത് കയറി നിന്നിട്ടുള്ള വീഡിയോ എടുക്കുന്നുണ്ടല്ലേ. കംപ്ലീറ്റ് ഇവിടെയൊക്കെ പാർക്കിങ്. ഈ ആപ്പിൾ സീസണിൽ ഇവിടെ അത്രയധികം തിരക്കൊന്നും ഉണ്ടല്ലോ. വളരെ വിരലിലെണ്ണാവുന്ന വാഹനങ്ങൾ മാത്രമേ ഉണ്ടോ. കണ്ടില്ലേ, കംപ്ലീറ്റ് വാഹനങ്ങളാണ്. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മാറിപ്പോകരുത്. വണ്ടി നമ്പർ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ആകെ നമ്മൾ കുടുങ്ങിപ്പോവും. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ വണ്ടി കിട്ടണമെങ്കിലും പ്രയാസമാണ്. കാരണം ഇവിടെ വന്ന ആൾക്കാരെ തന്നെ തിരിച്ചു ഉണ്ടാകാനുള്ള വണ്ടികളാണ് ഉണ്ടാകുക. അതായത് ഇവിടുന്ന് സെപ്പറേറ്റ് ടാക്സി കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഇത്രയും തിരക്കുള്ള സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് ടാക്സിക്കാർ 1 മണിക്കൂറാണ് സമയം തരും. 1 മണിക്കൂർ കൊണ്ട് നമ്മൾ തിരിച്ച് വണ്ടിയിലെത്തണം. അങ്ങനെയാണ് കരാറ്. ചന്ദൻവാലിയിൽ നിന്ന് മടങ്ങണം ഏത്താവാലിയിൽ. ഈ ചന്ദൻവാലിൻ്റെ എൻഡ് ഭാഗത്ത് കുറച്ച് കാഴ്ചകളുള്ളൂ. പക്ഷേ ഏറ്റവും ഭംഗി നമ്മൾ പെഹൽഗാമിൽ നിന്ന് പുറപ്പെട്ടിട്ട് ചന്ദൻവാലി വരെ വരുന്ന ആ ഒരു വഴിയിലൂടെയുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ആ വഴിയിലെ കാഴ്ചകളൊക്കെ അങ്ങനെ കാണാം. ഈ ചന്ദൻവാലിൻ്റെയും ആരുവാലിൻ്റെയും സെൻട്രലാണ് ബേത്താവാലി. ഇതാണ് ബേത്താവാലി എന്നുള്ള സംഭവം. ഇതിങ്ങനെ ഇത്രയും വലിയൊരു ഭാഗത്ത്
പരന്നു കിടക്കുന്നൊരു ഭാഗമാണ്. മുമ്പൊരു സിനിമ ഷൂട്ടിംഗ് നടന്നിരുന്നു. ബേത്ത എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ ഉണ്ടായിരുന്നു. ആ ഒരു സിനിമ ഷൂട്ടിങ് സിനിമ ഇറങ്ങിയ ശേഷമാണ് പിന്നെ ഇതിന് ബേത്ത വാലി എന്നുള്ള പേര് വന്നത്. ഇവിടെ കംപ്ലീറ്റ് വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ടല്ലേ. സാധാരണ ടാക്സിക്കാർ പറയും ഇതന്നെയാണ് ബേത്ത വാലി എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറയും. പക്ഷേ ഒരിക്കലും ഇത് മാത്രം കണ്ട് പോകരുത്. ശരിക്കും താഴേക്ക് ബേത്തയത്തിൻ്റെ പോയിട്ട് കംപ്ലീറ്റ് കറങ്ങിക്കണം. ഈ 3 സ്ഥലങ്ങളിലും ABC വാലി ഉണ്ടല്ലോ, ഈ 3 സ്ഥലങ്ങളിലും ഓരോരോ മണിക്കൂറാണ് നമുക്ക് ടൈം തരുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടോ, അല്ലാണ്ട് പുറപ്പെട്ട മുതലല്ല, എത്തിയ മുതൽ ഇങ്ങോട്ടേക്ക് ഓരോ മണിക്കൂറാണ് ഇവിടേക്കുള്ള ടൈം. ഇതിപ്പോൾ ബേത്ത വാലിയിലെ വണ്ടി പാർക്ക് ചെയ്തിട്ട് താഴ്ഭാഗമാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട ഭാഗമാണ്. ഞങ്ങളിപ്പോൾ ഇതിൻ്റെ റോഡിൻ്റെ ടോപ്പ് ഭാഗത്താണ് ഇപ്പം നിൽക്കുന്നത്. അത്രയും തിരക്കാണ് ഇപ്പം ഈ ഒരു സമയത്ത്. അപ്പോൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടിട്ട് നമ്മളിതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഒരു പുഴ അരുവി ഒഴുകുന്നുണ്ട്. അപ്പോൾ ആ അരുവിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. ഈ ബേത്ത വാലി നല്ല അടിപൊളി കാഴ്ചയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.